സ്നേഹമുള്ള അഭിയന്യ പിതാക്കന്മാരെ, വാത്സല്യമുള്ള സഹോദര വൈദികരെ, ഭാരവാഹികളെ, ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട പിതാവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പിതാവിന്റെ ഒരു മ്യൂട്ടായടാ എന്നാ കാണിക്കുന്നത്. പനുവേൽ എന്ന പേരിലെ SMYMന്റെ നേതൃത്വത്തിലെ ഒരു ധ്യാനം ഗ്ലോബൽ ലെവലില് നടത്താൻ നമ്മൾ തീരുമാനിച്ചതില് അതിയായ ആനന്ദവും അഭിമാനവും ഉണ്ട്. ആ ധ്യാനത്തിൽ നിങ്ങളോട് സംബന്ധിക്കാനും നിങ്ങളോട് സംസാരിക്കാനും എനിക്ക് കഴിയുന്നതില് അനൽപമായിട്ടുള്ള ആഹ്ലാദമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും നാളത്തെ തിരുനാളിൻ്റെ സ്നേഹോഷ്മളമായിട്ടുള്ള അഭിവാദനങ്ങളും ആശംസകളും ഞാൻ നേരുന്നു. നമ്മുടെ 73ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും സന്തോഷം ഞാൻ നിങ്ങളോടൊത്ത് പങ്കുവെക്കുന്നു. സ്നേഹമുള്ളവരെ, 2005 ഏപ്രിൽ 2-ാം തീയതിയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മരിക്കുന്നത്. മാർപ്പാപ്പ മരിക്കുന്ന സമയത്ത് പത്രോസിന്റെ ബെസ്ലിക്കായുടെ പ്യാസയിലെ വലിയ ജനക്കൂട്ടം സന്നിഹിതമായിരുന്നു. ആ ജനക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകള് യുവതിവാക്കളായിരുന്നു. അവരാണ് മാർപ്പാപ്പയ്ക്ക് യാത്രാമംഗളങ്ങൾ ചേർന്നുകൊണ്ട് ഗാനങ്ങൾ ആലപിക്കുകയും ചൂടുകൾ വെക്കുകയൊക്കെ ചെയ്തത്. മരണത്തെ അവര് സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയായി കണ്ടിട്ട് മാർപ്പാപ്പയ്ക്ക് അവരിഷ്ടത്തോടുകൂടെ അഭിവാദനങ്ങൾ അർപ്പിച്ചു. കാരണം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് കത്തോലിക്ക സഭയിലെ യുവജനങ്ങൾക്ക് ഒരു പുതിയ പന്തക്കുസ്താക്ക് അവസരം കൊടുത്തത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1987 ബോണസ് ഐറസിൽ വെച്ചിട്ട് ആദ്യത്തെ യുവജന സംഗമം നടത്തിയപ്പോൾ യുവാക്കളോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഞാൻ മാർപ്പാപ്പ എന്ന നിലയിൽ യാത്ര ചെയ്യുന്നത് നിങ്ങളെ തേടിയാണ്. My travels are pilgrimage to reach the youngsters. മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ ഇന്ന് എന്നെ കാണാൻ ബോണസ് ഐറസിലെ വന്നുകൂടിയതില് എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്നിട്ട് മാർപ്പാപ്പ പറഞ്ഞു, യുവജനങ്ങളോട് പറഞ്ഞു, 3 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഇല്ലാത്ത സഭ ശക്തിയില്ലാത്ത സഭയാണ്. നിങ്ങൾ ഇല്ലാത്ത സഭ സൗന്ദര്യമില്ലാത്ത സഭയാണ്. നിങ്ങൾ ഇല്ലാത്ത സഭ സാധ്യതകളില്ലാത്ത സഭയാണ്. 3 കാര്യങ്ങളാണ്. നിങ്ങൾ ഇല്ലാത്ത സഭ ശക്തിയില്ലാത്ത സഭയാണ്. നിങ്ങളില്ലാത്ത സഭ സൗന്ദര്യമില്ലാത്ത സഭയാണ്. നിങ്ങളില്ലാത്ത സഭ സാധ്യതകൾ ഇല്ലാത്ത സഭയാണ്. എന്റെ സ്നേഹമുള്ള യുവജനങ്ങളെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, സഭയുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങൾ കതക് തുറക്കുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോഴും ധൂർത്തപുത്രന്റെ കഥയിലെ ധൂർത്തപുത്രനെ സ്വീകരിക്കാൻ കതക് തുറന്ന കാത്ത അപ്പൻ കാണിച്ച ഔദാര്യം, അതിൽ വഴക്കുണ്ടാക്കിയ മൂത്തപുത്രന്റെ നിലപാട്, ഞങ്ങൾ വൈദികരും ചിലപ്പോൾ സമർപ്പിതരും സഭയുടെ ഒഫീഷ്യൽ സ്ട്രക്ചറും ഒക്കെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് അസ്വസ്ഥ പ്രകടിപ്പിക്കുന്നവരാണ്. പക്ഷെ മാർപ്പാപ്പ പറഞ്ഞു, നമ്മുടെ യുവജനങ്ങളുടെ കുസൃതികളാണ് നമ്മുടെ സഭയുടെ സൗന്ദര്യം. നമ്മുടെ യുവജനങ്ങളുടെ വികൃതികളാണ് നമ്മുടെ സഭയുടെ ശക്തി. നമ്മുടെ മക്കള് വഴിതെറ്റി പോകുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ദുഃഖമുണ്ടല്ലോ, അതാണ് സഭയുടെ സാധ്യതകൾ. ധൂർത്തപുത്രന്റെ കഥയിൽ അതാണ്. അതുകൊണ്ട് തന്നെ യുവജനങ്ങൾക്ക് സഭയിൽ സ്ഥാനമുണ്ട്. യുവജനങ്ങളില്ലാത്ത സഭ ശക്തിയില്ലാത്ത സഭയാണ്. യുവജനങ്ങളില്ലാത്ത സഭ സൗന്ദര്യമില്ലാത്ത സഭയാണ്. യുവജനങ്ങളില്ലാത്ത സഭ സാധ്യതകൾ ഇല്ലാത്ത സഭയാണ്. നിങ്ങൾ ഈ ധ്യാനത്തിന് പേര് കൊടുത്തിരിക്കുന്നത് പെനുവേൽ എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 32-ാമത്തെ അധ്യായത്തിലെ
24 തുടങ്ങി 32 വരെയുള്ള വചനങ്ങളാണ് ഈ പെനുവേൽ എന്ന വാക്കിനെ കണ്ടെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഭാഗം. പെനുവേൽ എന്ന വാക്ക് ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാം പൂർവ്വപിതാവായ യാക്കോബിന്റെ ജീവിതത്തിലാണ്. യാക്കോബ് മഹാകൗശലക്കാരനായിരുന്നു. സഹോദരൻ ഏസാവിനെ പറ്റിച്ച് കടിഞ്ഞൂൽ പുത്രസ്ഥാനം വാങ്ങിച്ചെടുത്തവനാണ്. അപ്പൻ ഇസഹാക്കിനെ ചൊട്ടില് വീഴ്ത്തിയിട്ട് അനുഗ്രഹം വാങ്ങിച്ചെടുത്തവനാ. നാട്ടിൽ ജീവിക്കാൻ പാടില്ലാത്തത് കൊണ്ട് നാടും വീടും വിട്ടുപോയവനാ. അവസാനം യാക്കോബ് ഭാര്യയോടുകൂടെ മക്കളോടുകൂടെ 2 ഭാര്യമാരോടുകൂടെ മക്കളോടുകൂടെ നാട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ അവൻ ഒരു മൽപ്പിടത്തിന് വിധേയനായി. അവൻ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് അദൃശ്യനായിട്ടുള്ള ഒരു ദിവ്യശക്തി അവനെ ആക്രമിച്ച് കീഴടക്കാനായിട്ട് പരിശ്രമിച്ചു. യാക്കോബിനെ കീഴടക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ട് യാക്കോബ് കീഴടങ്ങാതെ വന്നപ്പോ യാക്കോബിന്റെ അരക്കെട്ട് തെറ്റിച്ചു. യാക്കോബ് വേദന കൊണ്ട് പുളഞ്ഞു. യാക്കോബ് ആ മനുഷ്യനോട് ചോദിച്ചു, നീ ആരാണ്? ആ മനുഷ്യൻ അവനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നീ ദൈവത്തിന്റെ സ്വത്താണ്. യാക്കോബ് അവിടെ വെച്ച് താൻ മൽപ്പിടുത്തം നടത്തിയ ആള് ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞു. യാക്കോബ് പറയുന്ന വാക്കുകളാണ് പനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം. ഐ സോ ദ ഫേസ് ഓഫ് മൈ ഗോഡ്. ഞാൻ എൻ്റെ ദൈവത്തിന്റെ മുഖം കണ്ടു. Therefore I will call this place പനുവേൽ. ഞാൻ ഈ സ്ഥലത്തെ പനുവേൽ എന്ന് വിളിക്കുന്നു. മക്കളെ, ഈ ധ്യാനത്തെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയട്ടെ. ദൈവവും നിങ്ങളും തമ്മിൽ ഒരു മൽപ്പിടുത്തമാണ് ഈ ധ്യാനം. ഈ തൃശ്ശൂരിൽ നിന്നാല് ഞങ്ങള് യുവാക്കളെ കുറിച്ചിട്ട് പറയുന്ന ഒരു കുസൃതിയുണ്ട്. ഊരെല്ലു കൂടുതലാണ്. നമ്മുടെ യുവാക്കൾക്കൊക്കെ ഊരെല്ലു കൂടുതലാണ്. അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല. മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, അച്ഛന്മാർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, അധ്യാപകർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. എവിടെ ഒരു എല്ല് കൂടുതലാണ്. ആ എല്ല് തിന്മയുടെ എല്ലാണ്. യാക്കോബിന്റെ ജീവിതത്തിലെ മൽപ്പിടുത്തത്തിലെ ദൈവം അരക്കെട്ട് തെറ്റിച്ചു എന്ന് പറയുമ്പോൾ അവന്റെ ഇന്നോർഡിനേറ്റ് ആയിട്ടുള്ള ഡിസോർഡറുകളെ ദൈവം ക്രമപ്പെടുത്താൻ ഇടപെട്ടു എന്നുള്ളതാണ്. പിതാവ് പറഞ്ഞല്ലോ, ഡിജിറ്റൽ പ്രോഡിഗൽ സൺസ്. നമുക്കറിയാം നമ്മുടെ പിള്ളേര് എന്തെല്ലാം കുഴപ്പങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ ഈ ധ്യാനം ഒരുപക്ഷെ ഒരു മൽപ്പിടുത്തമാണ് മക്കളെ. ദൈവം നിങ്ങളുമായിട്ട് ഏറ്റുമുട്ടുന്നു. നിങ്ങളുമായിട്ട് ഏറ്റുമുട്ടുന്നത് ശത്രുത കൊണ്ടല്ല, നിങ്ങളുടെ അരക്കെട്ട് തട്ടിച്ച് ദൈവത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കാൻ. അതുകൊണ്ടാണ് യാക്കോബ് മൽപ്പിടുത്തത്തിന് ശേഷം പറഞ്ഞത്, ഐ സോ ദ ഫേസ് ഓഫ് ഗാഡ്. I saw the face of God, and therefore this place will be called Penuel. ഇത് ദൈവത്തെ കണ്ടുമുട്ടിയ സ്ഥലമാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഈ ധ്യാനത്തില് നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടണം. നിങ്ങളുടെ ദൈവത്തിൽ നിന്ന് മാറ്റുന്ന എല്ല് ഒരുപക്ഷെ നിങ്ങളുടെ സാധ്യതകളാകാം, നിങ്ങളുടെ സാമർഥ്യങ്ങളാകാം, നിങ്ങളുടെ സിദ്ധിയാകാം, നിങ്ങളുടെ അറിവാകാം, നിങ്ങളുടെ ആരോഗ്യമാകാം, നിങ്ങളുടെ സൗന്ദര്യമാകാം. എന്താണോ ദൈവത്തിൽ നിന്ന് നിങ്ങളെ മാറ്റുന്നത് അത് ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവവും നിങ്ങളും തമ്മിൽ ഒരു മൽപ്പിടുത്തമായിട്ട് ഈ ധ്യാനത്തെ കാണണമേ എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഈ ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾ പറയണം, we saw the face of God and we belong to God. നിങ്ങൾക്കറിയാമോ, ഈ മൽപ്പിടുത്തത്തിന് ശേഷം യാക്കോബിന്റെ പേര് ദൈവം മാറ്റി. ചരിത്രത്തിലെ ആർക്കും കീഴടക്കാൻ പറ്റാത്തൊരു പേര് അവന് കൊടുത്തു, ഇസ്രായേൽ. നിങ്ങൾക്കറിയാം, ലോകത്തിലെ 200 രാജ്യങ്ങളും ഒന്നിച്ചക്രമിച്ചിട്ടും കീഴടക്കാൻ പറ്റാത്തൊരു രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന പേര് അവന് കൊടുത്തു. ബൈബിളിലെ 2431 പ്രാവശ്യം ഈ പേര് ഉപയോഗിക്കുന്നുണ്ട്. ലോക ചരിത്രത്തിൽ നിങ്ങൾക്കറിയാം, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങള്, ലോകത്തിലെ എല്ലാ വലിയ നേട്ടങ്ങളുടെയും അവകാശികളാണ് ഇസ്രായേൽ. എല്ലാ അറബി രാജ്യങ്ങളും കൂടെ ഒന്നിച്ചക്രമിച്ചിട്ട് പോലും ഇസ്രായേലിന് തൊടാൻ സാധിച്ചിട്ടില്ല. ആർക്കും കീഴടക്കാൻ പറ്റാത്ത ഇസ്രായേൽ.
ജേക്കബ്സ് നെയിം ഈസ് ചേഞ്ച്ഡ് ഇൻ ടു ഇസ്രായേൽ. ലോകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അസ്തിത്വം. ഞാൻ പറയും, ഈ ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കേണ്ടത് അതാണ്. ഒരു പനുവേ, നിങ്ങൾ ദൈവത്തിൻ്റെതാകണം. നിങ്ങൾ ദൈവത്തിന്റെ മുഖം കണ്ടവരാണ്. നിങ്ങൾ ദൈവത്തിന്റെ പട്ടാളക്കാരാകണം. ദൈവം നിങ്ങളുടെ സ്വന്തവും നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തവുമാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു അപ്പസ്തോലിക ലേഖനമുണ്ട്. മാർച്ച് 25 2019 എഴുതിയ ഒരു ലേഖനമാണത്. ക്രിസ്തുസ് വി വിത്ത്, ക്രൈസ്റ്റ് ഈസ് അലൈവ്, ക്രിസ്തുസ് വി വിത്ത്. അതാണ് ആ ചാക്രിക ലേഖനത്തിന്റെ, ആ അപ്പസ്തോലിക ലേഖനത്തിന്റെ പേര്. എന്തിനാണ്? ഹി വാണ്ട്സ് ടു മേക്ക് ജീസസ് അലൈവ് by the youngsters. Your life should be the life of Jesus. മാർപ്പാപ്പ അതുകൊണ്ട് പറയും, Christ alive, and he is still alive through our youngsters. മാർപ്പാപ്പ ഈ അപ്പസ്തോലിക ലേഖനത്തിൽ പറയുന്ന രസകരമായിട്ടുള്ള അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക മക്കളെ. മാർപ്പാപ്പ പറയുകയാണ്, നമ്മുടെ കർത്താവ് ഉത്ഥാനം ചെയ്തു എന്നുള്ള വിശേഷം മഗ്ദലന മറിയം വന്ന് സ്ലീഹന്മാരുടെ കൂട്ടത്തിൽ പറഞ്ഞു. അവള് ചെന്ന് കഴിഞ്ഞപ്പോ കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നു. അവിടെ കർത്താവിന് ശരീരമില്ല, തോട്ടക്കാരനാണ്. ആരാ എടുത്തുകൂടി? അവൾ കരഞ്ഞു. അവസാനം അവിടെ അപ്പസ്തോലന്മാരുടെ ഇടയിൽ പോയിട്ട് പറഞ്ഞു, അവൻ ഉത്ഥാനം ചെയ്തു, അവന്റെ ശരീരം കല്ലറയിൽ കാണാനില്ല. 2 പേര് അപ്പർ റൂമിൽ നിന്ന് എടുത്തു ചാടി. ഒന്ന് ആവേശക്കാരനായിട്ടുള്ള പത്രോസും, 2 ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള യോഹന്നാനും. പത്രോസ് ഒരു ആവേശക്കാരനാണ്. കടലിലെ കർത്താവിനെ കണ്ടപ്പോ എടുത്ത് ചാടിയ ആളാ. കർത്താവിന്റെ കൂടെ കടലിലേക്ക് നടന്നു പോകണമെന്ന് പറഞ്ഞിട്ട് വഴിയിൽ വെച്ച് മുങ്ങിയ ആളാണ്. ഞാൻ ഈ നാലഞ്ചേരി പിതാവ് എന്നോട് സംസാരിച്ചപ്പോ എന്റെ മനസ്സിൽ പറയുക, പത്രോസിനെ പോലെയാണ് ഞങ്ങളൊക്കെ. പിതാവൊക്കെ, പണ്ടാശ്ശേരി പിതാവൊക്കെ, ഞങ്ങളൊക്കെ പത്രോസിനെ പോലെയാണ്. ഞങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു പിതാവിനെയാണ് നിങ്ങൾക്ക് കമ്മീഷൻ ചെയർമാനായിട്ട് തന്നത്. ഞങ്ങൾ തപ്പിയിട്ട് കിട്ടാഞ്ഞിട്ടാണ്. ഞങ്ങളൊക്കെ 60 കഴിഞ്ഞവരാ. നിങ്ങള് യോഹന്നാനാ. പത്രോസ് യോഹന്നാനോട് വയസ്സ് വ്യത്യാസം എത്രയാണെന്നറിയാമോ മക്കളെ? 63 വയസ്സായിരുന്നു പത്രോസിന്. യോഹന്നാന് 30 വയസ്സ്. 33 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. 2 പേര് ഓടിയെന്നാ പറയുന്നേ. അതായത് സെഹ്യോൻ ഊട്ടുശാലയിൽ നിന്ന് കർത്താവിനെ അടക്കിയ കല്ലറയിലേക്ക് 2 പേര് ഓടി. 2 പേര് ഓടിയതിലെ വ്യത്യാസമുണ്ട്. യോഹന്നാൻ took a fast track. നമുക്കറിയാം, NH കൂടെ യോഹന്നാൻ ഓടിയത്. പത്രോസ് ഓടിയത് കുഗ്രാമത്തിലെ കൺട്രി റോഡിലൂടെയാണ്. യോഹന്നാൻ കല്ലറയിൽ എത്തിയിട്ടും പത്രോസ് വന്നിട്ടില്ല. പത്രോസ് എത്തിയിട്ടില്ല. പക്ഷെ യോഹന്നാൻ പത്രോസിനെ കാത്തു നിന്നു. മാർപ്പാപ്പ പറയുകയാണ്, അവർ യങ്ങർ പീപ്പിൾ ആർ ട്രാവലിംഗ് ത്രൂ എ ഫാസ്റ്റ് ട്രാക്ക് while the church is traveling through a muddy country road. മക്കളെ, നിങ്ങൾക്ക് ഞങ്ങളോടുള്ള ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം അതാ. നിങ്ങൾ പറയുന്ന കാര്യങ്ങള് ഈ ലോകത്തിൽ നടക്കാത്ത കാര്യങ്ങളാണെന്ന് ഞങ്ങളൊക്കെ വിചാരിക്കുന്നേ. സത്യം പറഞ്ഞാൽ ഈ കോവിഡ് വന്നതിന്റെ പേരില് ഈ സൂമിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ ഞാൻ പറയായിരുന്നു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈല് കണ്ടുപിടിച്ചവൻ, നേരിട്ട് കണ്ട് വെടിവെച്ച് കൊല്ലെന്ന് വിചാരിച്ച ഒരാളെ ഞാൻ. ഈ ടെലിവിഷൻ കണ്ടുപിടിച്ചവന്, ഈ വാട്സപ്പ് കണ്ടുപിടിച്ചവന്, ഈ ഫേസ്ബുക്ക് കണ്ടുപിടിച്ചവന്, ഈ ട്വിറ്റർ കണ്ടുപിടിച്ചവന്, ഈ പിള്ളേരെ മുഴുവൻ വട്ടം കറക്കി നശിപ്പിക്കുന്ന ഈ മാധ്യമങ്ങൾ കണ്ടുപിടിച്ചവരൊക്കെ പിശാചിന്റെ സന്തതികളാണ്. അവരെ എങ്ങനെയെങ്കിലും വല്ല എക്സോർസിസം നടത്തി പുറത്താക്കിയാലേ നമ്മുടെ പിള്ളേർ രക്ഷപ്പെടുന്ന വിശ്വസിക്കുന്ന ആളുകളെ ഞങ്ങളൊക്കെ. പത്രോസിനെ പോലെ ഞങ്ങൾ കൺട്രി റോട്ടിലെ കൂടെ ഓടുന്നവരാ. നിങ്ങൾ ഫാസ്റ്റ് ട്രാക്കാണ്. മാർപ്പാപ്പ അവിടെ പറയുന്ന ഒരു വാക്ക് എന്റെ പൊന്നുമക്കളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. മാർപ്പാപ്പ പറയാണ്, when you arrive where we have not reached, you should have the patience to wait for us. എന്റെ പൊന്നുമക്കളെ, നിങ്ങളോടി അടുത്തെത്തുമ്പോ ഞങ്ങൾ പിറകിൽ ഓടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഞങ്ങളും കൂടെ വരാനായിട്ട് നിങ്ങൾ കാത്തു നിൽക്കുക. എ ചേർച്ച് ട്രാവലിംഗ് ടുഗദർ. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭ എന്താണെന്ന് ചോദിച്ചപ്പോൾ മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ വളരെ സത്യമാണ്. മാർപ്പാപ്പ പറഞ്ഞു, ഇറ്റ് ഈസ് എ വാക്കിംഗ് ടുഗദർ, ഇറ്റ് ഈസ് എ വർക്കിംഗ് ടുഗദർ, ഇറ്റ്സ് എ ബിൽഡിംഗ് ടുഗദർ. നിങ്ങളുടെ കാലുകൾക്കൊക്കെ ഒരുപാട് വേഗതയുണ്ട്. എന്റെ പൊന്നുമക്കളെ, നിങ്ങളോടുന്ന വേഗത്തിലൊന്നും ഞങ്ങൾക്ക് ഓടാൻ പറ്റില്ല.
നിങ്ങൾ ഓടുന്ന ഒരു ഓട്ടമത്സരം വെച്ചാല് ഞങ്ങൾ മെത്രാമാര് നിങ്ങൾ എത്തിയിട്ട് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ. കാരണം നിങ്ങൾ ഓടുന്ന ആരോഗ്യത്തിൽ ഓടാൻ ഞങ്ങൾക്ക് കഴിയും. വാട്ട് ഐ മീൻ ദാറ്റ് ദ ഫാസ്റ്റ്നെസ് ഓഫ് യുവർ റേസ് ഈസ് ബിക്കോസ് ഓഫ് ദ മോഡേൺ ടെക്നോളജി, ബിക്കോസ് ഓഫ് ദ വിഷ്വൽ മീഡിയ, ബിക്കോസ് ഓഫ് ദ സോഷ്യൽ മീഡിയ, ബിക്കോസ് ഓഫ് ദ ഇന്റർനെറ്റ്. ഒരുപക്ഷെ സഭ ഈ സൂമിലൂടെ നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓടുന്ന ട്രാക്കില് ഞങ്ങളോ തട്ടിപ്പിതാവ് ആദ്യമായിട്ടാണ് ഈ സൂമിലൊക്കെ പ്രസംഗിക്കാൻ തോന്നുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് നേരിട്ട് പ്രസംഗിക്കുന്നതിനേക്കാൾ ഇഫക്റ്റീവാണിത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. മാർപ്പാപ്പ പറഞ്ഞത്, when you arrive where we have not yet reached, you should have the patience to wait for us. ഞാൻ ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു ഉപമ പറയാൻ ആഗ്രഹിക്കുകയാണ്. മാർപ്പാപ്പ പറയുകയാണ്, ഒരു യുവാവ് വയലില് ഒരു നിധി കണ്ടു. മഹാസൂത്രക്കാരനായിരുന്നവൻ. അവന്റെ സർവ്വസമ്പാദ്യങ്ങളും വിറ്റിട്ട് ആ നിധിപ്പറമ്പ് സ്വന്തമാക്കി. മാർപ്പാപ്പ പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വചനമാണത്. മാർപ്പാപ്പ പറയുകയാണ്, സഭ കണ്ടെത്തേണ്ട നിധിയാണ് നമ്മുടെ യുവജനങ്ങള്. സഭയുടെ സർവ്വസമ്പത്തും സഭയുടെ സർവ്വ സ്വത്തുവകകളും നമ്മുടെ യുവാക്കളെ വാങ്ങി നമ്മുടെ സ്വന്തമാക്കാൻ നമ്മൾ ചെലവഴിക്കണം. യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ്. നിങ്ങൾ സഭയുടെ ഭൂമിക്കകത്ത് കുഴിച്ചിട്ടുള്ള ഏറ്റവും വലിയ നിധി നിക്ഷേപങ്ങളാ. നിങ്ങളില്ലാത്ത സഭ, മാർപ്പാപ്പ പറഞ്ഞ സത്യമാണ്, ശക്തിയില്ലാത്ത സഭ, സൗന്ദര്യമില്ലാത്ത സഭ, സാധ്യതകളില്ലാത്ത സഭ. അതുകൊണ്ട് തന്നെ ലോകം നിങ്ങളെ വിലയ്ക്ക് വാങ്ങുമ്പോൾ നിങ്ങളെ വിലയ്ക്ക് വാങ്ങാൻ അധ്വാനിക്കുന്നില്ല. മാർപ്പാപ്പ പറയുന്നു, ആ യുവാവിനെ പോലെ സഭ ഉള്ളതെല്ലാം വിറ്റ് യുവാക്കളെ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കണം. യു ആർ ദ ട്രഷർ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. യു ആർ ദ മോസ്റ്റ് വാല്യുബിൾ പ്രഷ്യസ് ഡയമണ്ട്സ് ഓഫ് ദ ചർച്ച്. നിങ്ങൾ ഇല്ലാത്ത സഭ മുത്തുകളില്ലാത്ത സഭയാണ്. നിങ്ങളില്ലാത്ത സഭ ശക്തിയില്ലാത്ത സഭയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളത് യുവാക്കളെയാണ് ലീഡർഷിപ്പിലേക്ക്. പഴയ നിയമത്തിൽ ജോസഫ്, നമുക്കറിയാം, ഈജിപ്തിന്റെ മുഴുവൻ അധിപതിയായ ജോസഫ്, സഹോദരന്മാരെ അസൂയ കൊണ്ട് വിറ്റ് തൊലച്ച ജോസഫ്. നിങ്ങൾക്കറിയാമോ, അവൻ ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്നത് 20-ാമത്തെ വയസ്സിലാണ്. He was called to be leadership, called to the leadership at the age of 20. അവൻ സത്യത്തിൽ ഇസ്രായേൽ മക്കളുടെ മുഴുവൻ അഭിവൃദ്ധിക്ക് കാരണമായി. അവൻ സ്വപ്നം കണ്ടവനാണ്. നമ്മുടെ മാർപ്പാപ്പ പറയുന്നു, നമ്മുടെ പിള്ളേരുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്വപ്നം കാണുന്നതാണ്. നിങ്ങൾ സ്വപ്നം കാണുന്നത് സഭയുടെ ചക്രവാളങ്ങളാണ്. നിങ്ങൾ സ്വപ്നം കാണുന്നത് സഭയുടെ വലിയ വളർച്ചയുടെ ആകാശങ്ങളാണ്. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങള് ഞങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരണം. ജോസഫ് സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചവനായിരുന്നു. നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിലെ വലിയൊരു കഥാപാത്രമാണ് കിങ് ഡേവിഡ്. നിങ്ങൾക്കറിയാം, ആ വാക്കിന്റെ അർത്ഥം തന്നെ, ഡേവിഡ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഗോഡ്സ് ബിലവഡ്, ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ എന്ന വാക്കിന്റെ അർത്ഥം. ഡേവിഡ് വാസ് കോൾഡ് ആസ് എ ബോയ്. ഞാൻ നിന്നോട് പറയട്ടെ, ഗോലിയാത്തിനെ കൊല്ലാൻ ഡേവിഡ് വിളിക്കപ്പെടുന്നത് പിഞ്ചു ഇളപ്രായത്തിലാണ്. ഇൻ ഹിസ് ടീനേജ്. അവന്റെ കവണിയും കല്ലും കണ്ടപ്പോ ഗോലിയാത്ത് അട്ടഹസിച്ചു, പരിഹസിച്ചു. പക്ഷേ അവന്റെ കല്ലിന്റെ അകത്ത് ദൈവത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. അവന്റെ കല്ല് കവണിയിൽ നിന്ന് ഗോലിയാത്തിന്റെ നിറന്തലയ്ക്ക് അടിച്ച ഗോലിയാത്ത് താഴെ വീണു. ഗോലിയാത്തിന്റെ ശിരസ് ഛേദിച്ചു. മൈ ഡിയർ യങ്സ്റ്റേഴ്സ്, യു ആർ ലൈക്ക് ഡേവിഡ്. നിങ്ങള് ദാവീദിനെ പോലെയാണ്. പിശാചിന്റെ തല തകർക്കാൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇന്നത്തെ മാധ്യമങ്ങള്, ഇന്നത്തെ സോഷ്യൽ മീഡിയകള്, ഇന്നത്തെ ടെലിവിഷൻ, ഇന്നത്തെ സിനിമ, ഇവയിലൂടെയൊക്കെ സഭയ്ക്കെതിരെ ആഞ്ഞ് പ്രവഹിക്കുന്ന ഗോലിയാത്തുമാരുണ്ട്. ഞങ്ങൾ നിസ്സഹായര മക്കളെ, ഞങ്ങൾ പഴയ അമ്പും വില്ലും ഇട്ടുകൊണ്ടിരിക്കുക, ഞങ്ങൾ പഴയ ഓലപ്പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കയ്യിൽ ശക്തിയുള്ളവരാ. നിങ്ങൾ ദാവീദിനെ പോലെയാണ്.
ദാവീദ് ഏറ്റവും വലിയ ഗായകനായിരുന്നു. ദാവീദ് യൂസ് ടു അട്രാക്ട് പീപ്പിൾ ബൈ പ്ലേയിങ് ഹാർപ്പ്. അവൻ കിന്നരം വായിച്ച ആളുകളെ സ്വാധീനിച്ചവനാണ്. അവൻ സങ്കീർത്തന പുസ്തകം മുഴുവൻ എഴുതിയവനാ. എല്ലാ സങ്കീർത്തനത്തിലെ പാട്ടുകളും അവൻ എഴുതിയതാ. അവന് ചൊട്ടൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങള് സഭയിലെ ദാവീദിന്റെ റോളിലാണ്. നിങ്ങള് സോളമനെ പോലെ ആയിരിക്കണം. സോളമൻ became king in a very young age. വളരെ ചെറിയ പ്രായത്തില് സോളമൻ രാജാവായ ശേഷമാണ് ഇസ്രായേല് ജെറുസലം പട്ടണം പണിയുന്നത്, ഇസ്രായേലിന്റെ അതിർത്തികൾ വ്യാപിപ്പിച്ചത്. ഇസ്രായേലിലെ ഏറ്റവും വിവേകിയായ രാജാവ് അവനായിരുന്നു. നിങ്ങളുടെ വിവേകമാണ് സഭയ്ക്ക് വേണ്ടത് മക്കളെ. നിങ്ങൾക്കറിയാം, ഒരു പെണ്ണ് 2 സ്ത്രീകള് ഒരു കുഞ്ഞിന് അവകാശവാദമായിട്ട് വന്നപ്പോഴ് സോളമൻ പ്രയോഗിച്ച തന്ത്രമുണ്ട്. ആ കുഞ്ഞിനെ 2ആയിട്ട് മുറിക്കാൻ പറഞ്ഞു. അതിന്റെ യഥാർത്ഥ അമ്മ ഓളിയിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞിനെ മുറിക്കരുത്, അതിനെ അവൾക്ക് കൊടുത്തോ, എനിക്ക് എന്റെ കുഞ്ഞ് ജീവിക്കണം. സോളമന്റെ വിവേകം. മക്കളെ, നിങ്ങൾക്ക് സോളമന്റെ വിവേകം ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പുതിയ നിയമത്തിലേക്ക് നിങ്ങൾ വരുമ്പോഴും നമ്മുടെ കർത്താവ് വിളിച്ചവരൊക്കെ തന്നെ യങ്സ്റ്റേഴ്സ് ആയിരുന്നു. കർത്താവിനേക്കാൾ 6 മാസം മൂത്തതാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. എലിസബത്ത് ഗർഭം ധരിച്ച് 6-ാം മാസത്തിലാണ് മറിയം ഈശോയെ ഗർഭം ധരിക്കുന്നത്. 6 മാസമാണ് അവർ തമ്മിലെ ബർത്ത്ഡേയിൽ വ്യത്യാസമുള്ളൂ. പക്ഷെ ആദ്യമായിട്ട് കർത്താവിന് വഴിയൊരുക്കാൻ വിളിക്കപ്പെട്ടത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണ്. He was killed at an early age. നിങ്ങൾ സത്യത്തിൽ നീതിക്ക് വേണ്ടി പടപൊരുന്നവരാണ്. നിങ്ങൾ നീതിക്ക് വേണ്ടി ജ്വലിക്കുന്നവരാണ്. നിങ്ങൾ ജ്വലിക്കുന്നതിൽ അർത്ഥമുണ്ട്. കാരണം യു ഹാവ് ദ റോൾ ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. മക്കളെ, ഇവിടെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട്. കർത്താവ് യുവാക്കൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളാണ്. യുവാക്കളുടെ എല്ലാ സങ്കടത്തിലും കർത്താവ് ഇടപെട്ടിട്ടുണ്ട്. യു ടേക്ക് ദ കേസ് ഓഫ് വെഡിങ് ഫീസ്റ്റ് ഓഫ് കാന. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1 തുടങ്ങി 12 വരെയുള്ള വെഡിങ് ഫീസ്റ്റ് ഓഫ് കാന. ഞാന് തൃശ്ശൂരില് ധ്യാനം കള്ളുടിയന്മാർക്ക് ധ്യാനം പ്രസംഗിക്കുന്ന സമയത്ത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഞാൻ അവരോട് തമാശന് ചോദിക്കാറുണ്ട്, ഈ പ്രയർ മീറ്റിങ്ങില് ഏത് ഭാഗമാണ് സുവിശേഷത്തിൽ നിന്ന് വായിക്കണ്ടേ? ഇപ്പൊ അവരെല്ലാവരും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ കൂടെ ഏകസ്വരത്തിൽ പറയുന്നുണ്ട്, എന്റെ പൊന്നു പിതാവിയ കാനായിലെ കല്യാണ വിരുന്നൊന്ന് വായിക്കും. ബോട്ടിൽ തീർന്നു പോയപ്പോഴ് കർത്താവ് കാണിച്ച കാരുണ്യം, അമ്മ കാണിച്ചൊരു ഇഷ്ടം. മക്കളെ, ഈ കല്യാണ വിരുന്നിന്റെ കഥയുണ്ടല്ലോ, അത് എനിക്ക് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. കല്യാണ വിരുന്ന് എന്ന് പറയുന്നത് സന്തോഷം നഷ്ടപ്പെട്ട യുവത്വത്തിന്റെ അടയാളമാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ട ഒരുപാട് യുവജനങ്ങളുണ്ട്. യുവദമ്പതികൾക്ക് ദാമ്പത്യത്തിലെ വീഞ്ഞു തീർന്നു പോയവരാണ്. സന്തോഷമില്ലാത്ത യുവജനങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് സന്നിഹിതനാണ്. നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കിയേ. On the 3rd day there was a wedding feast at Cana. Mary, the mother of Jesus, was present, and Jesus and the disciples were present. നിങ്ങളുടെ ദുഃഖങ്ങള്, നിങ്ങളുടെ നൊമ്പരങ്ങള്, നിങ്ങളുടെ നിരാശകള്, നിങ്ങളുടെ സംഘർഷങ്ങള്, നിങ്ങളുടെ സങ്കടങ്ങള് അത് പരിഹരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മക്കളെ, നമുക്കത് പരിഹരിക്കുന്ന കാര്യത്തില് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ കർത്താവിന്റെ ഭാഗം അഭിനയിക്കാൻ സന്നദ്ധരാണ്. ദ പ്രോഡിഗൽ സൺ. ഞാൻ ഒറ്റ കാര്യം മാത്രമേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവന് കൊടുത്തത് ഇവിടെ നശിപ്പിച്ച് ഇനി അവൻ വന്ന തല്ലിക്കൊല്ലും നമ്മള്. അവന്റെ പിൻകോഡ് വരെ അടിച്ചു കൊള്ളാം. അതുപോലെ കൊള്ളരുതാത്തവനാ. എല്ലാം മേടിച്ചു കൊണ്ടുപോയതാ. സ്വത്ത് മേടിച്ചു, എല്ലാ അവകാശം മേടിച്ചുകൊണ്ട്. ഈവൻ ഒരു കാര്യം ചെയ്തെന്നാ പറയണേ, അപ്പൻ ലാൻഡ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പന് ലാൻഡ് കൊടുക്കാൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, എനിക്ക് ലാൻഡ് ആയിട്ട് വേണ്ട, ക്യാഷ് ആയിട്ട് മതി. സത്യം പറഞ്ഞാല് ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് അപ്പം കൊടുത്ത സ്വത്ത് ചാക്കില് കെട്ടിയിട്ട് തലയ്ക്ക് ചൊന്താൻ കൊണ്ടുപോയത്. പെണ്ണ് പിടിച്ച്, കള്ളു കുടിച്ച്, ചീട്ട് കളിച്ച് നശിപ്പിച്ചു. ഒരുപക്ഷെ ജീവിതത്തില് ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ധൂർത്തായിരുന്നു ധൂർത്തപുത്രന്റെ കഥ. പക്ഷെ നിങ്ങൾ നോക്കൂ, അവൻ പന്നിക്കൂട്ടിലെ ഡിഗ്രേഡിങ് ടു ദ പിഗ്സ്, പന്നിക്കൂട്ടിൽ ജീവിക്കുമ്പോഴ്
ഇല്ല, എന്റെ അപ്പൻ എന്നെ സ്വീകരിക്കും. ആ പ്രത്യാശ യുവാക്കളുടെ പ്രത്യാശയാണ്. അവൻ വന്നപ്പോഴ് സെന്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട്, എ വാം വെൽക്കം ബൈ ദ ഫാദർ, എ വാം വെൽക്കം ബൈ ദ ഫാദർ. എന്നെ കേൾക്കുന്ന എന്റെ മക്കളോടൊക്കെ എനിക്ക് പറയാനുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ചില ഡിസോർഡറുകളൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ മദ്യത്തിന്, ചിലപ്പോൾ മയക്കുമരുന്നുകൾക്ക്, ചിലപ്പോൾ ലൈംഗിക വിഷയങ്ങളിൽ ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾക്ക് തിരുത്താൻ കർത്താവിന്റെ സഭയിൽ സാധ്യതയുണ്ട്. ദ വാം വെൽക്കം ഗിവൺ ബൈ ദ ഫാദർ. മാർപ്പാപ്പ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, എവരി സെയിന്റ് ഹാസ് എ പാസ്റ്റ്, എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ യുവാക്കളോട് ആദ്യത്തെ ദിവസം എനിക്ക് പറയാനുണ്ട്, നിങ്ങളൊരു പക്ഷെ മനസ്സിൽ ഒരുപാട് ആകുലരാണ്, നിങ്ങൾ ഖിന്നരാണ്, നിങ്ങൾ സങ്കടപ്പെടുന്നവരാണ്, നിങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ മുറിവുകളുണ്ട്, നിങ്ങൾ ഒരുപാട് പേര് ദുരുപയോഗിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായ പ്രണയബന്ധങ്ങളിൽ പെട്ടിട്ടുണ്ടാകാം, നിങ്ങൾ ദുശീലങ്ങളിൽ പെട്ടിട്ടുണ്ടാകാം. പക്ഷേ God is waiting for you. അപ്പൻ അവനെ കാത്തിരുന്നു, മെഴുത്ത കാളക്കുട്ടിയെ കൊന്നു, വിരുന്ന് നൽകി, അവൻ നഷ്ടപ്പെടുത്തിയ മോതിരം അവന് കൊടുത്തു, അവന്റെ മേലങ്കി അവന് കൊടുത്തു, അവന്റെ പാദുകങ്ങൾ അവന് കൊടുത്തു, അവനെ കെട്ടിപ്പിടിച്ചു, എന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, നീ നഷ്ടപ്പെട്ടവനായിരുന്നു, എനിക്ക് തിരിച്ചു കിട്ടി. സോ എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. മക്കളെ ഞാൻ ആ നായിമിലെ വിധവയുടെ കഥ ഇവിടെ പറയാണ്. ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 11 തുടങ്ങി 15 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് നോക്കുമ്പോഴേ കണ്ടത് ഒരു വലിയ ജനസംഖ്യ മുന്നോട്ട് പോകുന്നു, വലിയൊരു ജനസംഖ്യ മുന്നോട്ട് പോകുന്നു. എ പ്രൊസീഡിങ് പ്രൊസഷൻ എന്നാ പറയുന്നത്, പ്രൊസീഡിങ് ഫോർവേഡ് പ്രൊസഷൻ. കർത്താവ് അതിനെ തടഞ്ഞു എന്നാ പറയുന്നത്. ചങ്കൂറ്റമുള്ള കർത്താവ് അതിനെ തടഞ്ഞു നിർത്തി. അതിന്റെ പിറകിൽ ഒരു യുവാവിന്റെ ശവമഞ്ചമായിരുന്നു. ആ ശവമഞ്ചത്തിലെ യുവാവ് വളരെ ചെറുപ്പമായിരുന്നു, അമ്മയുടെ ഏക മകനായിരുന്നു. അവൻ ഈ സമൂഹത്തിന്റെ തിന്മകളിൽ നശിച്ചവനാണ്. ഞാൻ എവരി യങ് മാൻ is a symbol of the distorted youngsters. നിങ്ങൾ വിചാരിക്കുന്ന പുരോഗതി എന്ന് പറയുന്നത് മുന്നോട്ട് പോകുന്നതല്ല. മുന്നോട്ട് പോകുന്നതിലെ വഴി തെറ്റിപ്പോകാം മക്കളെ, വഴി ഭ്രംശം ഉണ്ടാകാം, മാർഗഭ്രംശം ഉണ്ടാകാം. ഇവിടെ സഭയുടെ ദൗത്യമാണ് ഞങ്ങളും നിങ്ങളെ ചിലപ്പോഴൊക്കെ തിരുത്തുന്നത്. നിങ്ങളോടുള്ള വിരോധം കൊണ്ടൊന്നല്ല മക്കളെ, നിങ്ങൾ നായിമ്മലെ വിധവയുടെ മകനെ പോലെ ആകാൻ പാടില്ല. കർത്താവ് അവന്റെ കരം പിടിച്ചിട്ട് പറഞ്ഞു, യുവാവേ എഴുന്നേൽക്കുക, യുവാവേ എഴുന്നേൽക്കുക. അവൻ എഴുന്നേറ്റു, അവനെ തിരിച്ച് അമ്മയ്ക്ക് കൊടുത്തു. ഞാൻ നിങ്ങളോട് പറയട്ടെ യുവാക്കളെ, നിങ്ങളൊക്കെ ഒരു വിധത്തിൽ തെറ്റായ വഴികളിലൂടെ മുന്നോട്ട് പോയവരാണ്, പുരോഗതിയാണെന്ന് കരുതിയിട്ട്. Sometimes our people are attracted by evil things, and they consider it is the modern trend, it is the modern fashion, it is the modern facility. But sometimes you become slaves. ഇവിടെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കർത്താവ് നിങ്ങളോട് പറയുന്നു, എഴുന്നേൽക്കുക, നിങ്ങൾ എഴുന്നേൽക്കണം. കർത്താവിനെ നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവ് വിളിച്ച ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു അപ്പസ്തോലനാണ് പൗലോസ് അപ്പസ്തോലൻ. എത്ര കുസൃതിയായിരുന്നു അറിയാമോ, എത്ര വികൃതിയായിരുന്നു എന്നറിയാമോ പൗലോസ്. വെൽ എഡ്യൂക്കേറ്റഡ്, ഗമാലിയലിന്റെ ശിഷ്യനായിരുന്നു. പക്ഷെ കർത്താവിനോടും കർത്താവിന്റെ സഭയോടും ഭയങ്കര വൈരാഗ്യമായിരുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഓരോ സോഷ്യൽ മീഡിയയിലൊക്കെ യുവജനങ്ങൾ സഭയ്ക്കെതിരെ ആക്രോശിക്കുമ്പോൾ എല്ലാവരെയും പിടിച്ചു കെട്ടി അവരെ ആക്രമിച്ച് കീഴടക്കാൻ രാജകൽപ്പന വാങ്ങിച്ചിട്ട് പുറപ്പെട്ടവനവൻ. പക്ഷെ കുതിരപ്പുറത്ത് നിന്ന് കർത്താവ് അവനെ തട്ടി താഴെയിട്ടു. എന്നിട്ട് അവനോട് പറഞ്ഞു, അവൻ ചോദിച്ചു, അവന്റെ കണ്ണിന്റെ കാഴ്ച പോയി. അവൻ താഴെ വീണിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു, ആരാണ് നീ? ലോർഡ് ടെൽ മീ, ഹു ആർ യു? നീ ആരാണ് കർത്താവേ? കർത്താവ് പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന നസ്രായനായ ക്രിസ്തു. അവൻ പറഞ്ഞു, കർത്താവ് നീ മരിച്ചു പോയിട്ട് കൊല്ലം കുറെ ആയി, നീ ഉയർത്തെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആളുകൾ നടക്കുന്നേ, അവര് കുറെ പേര് സഭ സ്ഥാപിച്ചിട്ട് നടക്കുന്നത് നീ കാണുന്നില്ലേ? നീ മരിച്ചിട്ട് പിന്നെ ഇപ്പോഴും ഉണ്ടാ? കർത്താവ് പറഞ്ഞു, നീ എഴുന്നേൽക്കുക, നിനക്ക് മാമുദീസ നൽകട്ടെ. അവന് മാമുദീസ കൊടുത്തപ്പോ അവന്റെ കണ്ണുകളിലെ പാടകൾ വീണു. അവൻ കർത്താവിനെ കണ്ടു. പിന്നെ പൗലോസ് ആരാണെന്ന്
നിങ്ങൾ രണ്ട് വചനം വായിച്ചാൽ മതി. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലെ 21-ാമത്തെ വചനം. ടു മീ ലീവ് ഇസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഇസ് ഗെയിൻ. എനിക്ക് ജീവിക്കുക കർത്താവാണ്, എനിക്ക് മരിക്കുക ലാഭമാണ്. I have been crucified with Christ, and I no longer live, but Christ lives in me. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഗലേഷ്യൻസിന് എഴുതിയ ലേഖനം 2:20. എന്റെ മക്കളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ കുതിരപ്പുറത്ത് തട്ടി താഴെ ഇടണം, നിങ്ങൾ എഴുന്നേൽക്കണം. നിങ്ങൾ കർത്താവിനെ പീഡിപ്പിക്കാൻ, കർത്താവിന്റെ സഭയെ പീഡിപ്പിക്കാൻ കാരണമാകുന്നുണ്ടെങ്കിൽ നമുക്കത് തിരുത്തണം. സഭ അകത്തു നിന്ന് വിശുദ്ധീകരിക്കാൻ നിങ്ങൾ കാരണമാകണം. ധൂർത്തപുത്രന്റെ മൂത്ത മകൻ പുറത്തു നിന്ന സഭയെ അപ്പനെ വിമർശിച്ചത്. നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്, പുറത്തു നിന്നല്ല വിമർശിക്കേണ്ടത്, വഴിവക്കത്ത് നിന്നിട്ടല്ല, സോഷ്യൽ മീഡിയയിൽ നിന്നിട്ടല്ല, ഫേസ്ബുക്കിലൂടെയല്ല, ട്വിറ്ററിലൂടെയല്ല. നിങ്ങൾ സഭയ്ക്ക് അകത്തിരുന്നു കൊണ്ട് സഭയെ വൃത്തിയാക്കണം. സത്യത്തില് നിങ്ങൾ പറയും സഭയ്ക്കകത്ത് കറയുണ്ട്, സഭയ്ക്കകത്ത് കുറവുണ്ട്, സഭയ്ക്കകത്ത് തിന്മയുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ മക്കളെ, സഭയുടെ തിന്മ നിങ്ങളുടെ അസാന്നിധ്യത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. നിങ്ങൾ സഭയിൽ സന്നിഹിതരാണെങ്കിൽ നിങ്ങളുടെ സഭയ്ക്ക് കുറെ കൂടെ വൃത്തിയുണ്ടാകും, നിങ്ങൾക്ക് കുറെ കൂടെ സഭയെ ശക്തിപ്പെടുത്താൻ കഴിയും. നമ്മുടെ സഭയുടെ സൗന്ദര്യം കുറെ കൂടെ ശോഭയുള്ളതാക്കാൻ തീർക്കും. പൗലോസ് സ്ലീഹായ്ക്ക് സഭയിൽ വന്ന ശേഷം ഏറ്റവും വലിയ ശത്രു പത്രോസ് സ്ലീഹയായിരുന്നു. പത്രോസും പൗലോസും തമ്മിൽ യുദ്ധം എത്ര വലുതാ മക്കളെ. The tension between the elderly generation and the younger generation is a never-ending story മക്കളെ. അതിപ്പോഴും ഉണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ വൈദികർക്ക്, നിങ്ങളുടെ മെത്രാന്മാർക്ക്, നിങ്ങളുടെ ഗുരുജനങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, അത് നിങ്ങൾ പുറത്തു നിന്ന് പോരാടുകയല്ല വേണ്ടേ, അകത്ത് നിന്ന് പോരാടാനായിട്ട് മുന്നോട്ട് വരണം. പരിശുദ്ധ പിതാവ് നിങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എനിക്ക് എപ്പോഴും പറയാൻ, ഞാനിപ്പോ ഒരു മൈഗ്രന്റ് കെയറിന്റെ മെത്രാൻ, ശംഷാബാദ് എന്ന് പറഞ്ഞ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഉപരിയാണ്. ഇവിടുത്തെ എല്ലാ മാർപ്പാപ്പന്മാരും എൽഡർലി ജനറേഷനാണ്. പിതാവിന് 64 വയസ്സായിട്ടുണ്ട്. കൈക്കാരന്മാരാരും തന്നെ ചെറുപ്പക്കാരൊക്കെ 50-ന്റെ മുകളിൽ 60-ന്റെ മുകളിലൊക്കെയാണ് എൽഡർലി ജനറേഷൻ. ഞങ്ങളുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് പ്രായമായിട്ടില്ല, നിങ്ങൾക്ക് പക്വതയില്ല, നിങ്ങൾക്ക് ബുദ്ധിയില്ല, നിങ്ങൾക്ക് വിവരമില്ല, നിങ്ങൾ എടുത്തുചാട്ടക്കാരാ, നിങ്ങളൊരു കാര്യം ഏൽപ്പിച്ച കുളവാക്കും. ഒരുപക്ഷെ പൗലോസ് മാനസാന്തരപ്പെടുന്ന കേട്ടപ്പോ അസ്വസ്ഥനായി, പറഞ്ഞു, ഏത് വിവരമില്ലാത്തവരൊരു മാമോദീസ കൊടുത്തതാ ചോദിച്ചത്. പക്ഷെ മാർപ്പാപ്പ പറയുന്നു, നമ്മുടെ പിള്ളേര് നാളേക്കുള്ളവരല്ല, ഇന്നേക്കുള്ളവരാണ്. മാർപ്പാപ്പ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. They are the present of the church. They are the today of the church, not tomorrow. They are the present. നിങ്ങൾ ഇന്ന് സഭയുടെ ഇന്നാണ്, നിങ്ങൾ സഭയുടെ ഇന്നത്തെ സാധ്യതയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറെ കൂടെ കേൾക്കാനായിട്ട്, നിങ്ങളെ കുറെ കൂടെ പ്രയോജനപ്പെടുത്താനായിട്ട് ഞങ്ങൾക്ക് കഴിയണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. മാർപ്പാപ്പ പറയുന്നു, കർത്താവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ജീസസ് ഈസ് വെരി മച്ച് ലൗഡ്. Jesus is very updated. Jesus is very modern. Even the atheists, even the anti-Catholic medias, everybody speaks high about Christ. But they speak very bad about the church. ഒരു റീസൺ എന്താണെന്ന് അറിയാമോ? Church is outdated. കർത്താവ് ഇന്നും അപ്ഡേറ്റഡ് ആണ്. കർത്താവിന്റെ സഭ ഔട്ട്ഡേറ്റഡ് ആണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ചെറുപ്പക്കാർ സഭയുടെ കൂടെ ഇല്ലാത്തതാണ്. നമ്മള് കെട്ടിയ മതിലില്ലേ, രാഷ്ട്രീയക്കാർ വാൾ പോസ്റ്റ് ഒട്ടിക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാകാം. ഇതുപോലെയാണ് നമ്മൾ വളർത്തി 10ാം ക്ലാസ് 12ാം ക്ലാസ് ഗ്രാജുവേഷൻ ഒക്കെ നടത്തി നമ്മുടെ സ്ഥാപനങ്ങളുടെ വളർത്തിയ നമ്മുടെ പിള്ളേരുടെ മതിലുകളിലാണ് രാഷ്ട്രീയക്കാരെ വാൾ പോസ്റ്റ് ഒട്ടിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ പിള്ളേരെ കൂടെ നിർത്താൻ നമുക്ക് കുറെ കൂടെ അവർക്ക് സാധ്യത കൊടുക്കണം. യു ആർ നോട്ട് ദ ടുമാറോ, ബട്ട് യു ആർ ദ ടുഡേ. You are the today of the church. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. സഭയുടെ ശക്തി നിങ്ങളിലാണ്. ഞാൻ യോഹന്നാന്റെ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വചനം മാത്രം നിങ്ങളൊന്ന് പറഞ്ഞാൽ കൊള്ളാന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് തന്ന സമയം കഴിയാൻ കുറച്ച് സമയം കൂടി എടുക്കും. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. കർത്താവ് യോഹന്നാൻ അപ്പസ്തോലിലൂടെ പറയുന്നുണ്ട്,
I love you youngsters because you are strong. I love my youngsters because you are strong. 1 യോഹന്നാൻ 2:14. രണ്ടാമത്തെ വാക്ക് എന്താണെന്ന് അറിയാമോ? You are strong because you have the word of God. You are strong because you have the word of God. You have the word of God. And you have to conquer the world by the word. 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് ശക്തിയുണ്ട്. നിങ്ങളുടെ ശക്തി വചനത്തിലാണ്. വചനം എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ മൂല്യങ്ങളാണ്. ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ പറഞ്ഞത്, ജേക്കബ് മൽപ്പിടുത്തിന് ശേഷം, I saw the face of God. Through your face, the face of God come out. നിങ്ങൾ ശക്തരാണ് കാരണം നിങ്ങൾക്ക് വചനമുണ്ട്. ഈ വചനം നിങ്ങൾ ലോകത്തെ കീഴടക്കാൻ ഉപയോഗിക്കണം. എന്നിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ലോകത്തെ കീഴടക്കിയില്ലെങ്കിൽ ലോകം നിങ്ങളെ കീഴടക്കും. Instead of conquering the world will conquer you. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ യുവജന സുഹൃത്തുക്കളോടും പറയാറുണ്ട്, നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ചില തിന്മകള്. ഇന്ന് ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. ഞാൻ ഹൈദരാബാദിൽ വല്ലപ്പോഴേക്കും ന്യൂസ് കാണാറുള്ളൂ. ഇന്ന് 22 വയസ്സായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അവന്റെ പേര് കേട്ട സുറിയാനി കത്തോലിക്കനാ, നല്ല തറവാട്ടിൽ ജനിച്ച കൊച്ചനാ, അപ്പനെ അമ്മയെയും പെങ്ങളെയും വിഷം കൊടുത്ത് കൊല്ലാൻ പരിശ്രമിച്ചിട്ട് സൂത്രത്തിലെ സ്വത്ത് തട്ടിയെടുക്കാൻ അവൻ ഉദ്യമിച്ചതിന്റെ കഥയാണ് ഇന്ന് ടെലിവിഷനിൽ കണ്ടത്. അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി, if you are not conquering the world will conquer you with your evil concupiscence. സ്വത്തിനോടുള്ള കൊതി, ലൈംഗികതയോടുള്ള കൊതി, പത്രാസിനോടുള്ള കൊതി, ലക്ഷറികളോടുള്ള കൊതി, ധൂർത്തപുത്രനെ പോലെ നമ്മൾ ആയിത്തീരും. എൻ്റെ മക്കളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. 5 കാര്യങ്ങൾ. ലിസൺ ദ വേർഡ് ഓഫ് ഗോഡ്. കർത്താവിന്റെ വചനം കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം. 2, നിങ്ങള് വചനം ധ്യാനിക്കുന്നവരാകണം. ലേൺ ദ വേർഡ് ഓഫ് ഗോഡ്. ലേൺ ദ വേർഡ് ഓഫ് ഗോഡ്. 3, ലവ് ദ വേർഡ് ഓഫ് ഗോഡ്. കർത്താവിന്റെ വചനം നിങ്ങൾ സ്നേഹിക്കുന്നവരാകണം. 4, വചനം ജീവിക്കുന്നവരാകണം. 5, വചനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാകണം. വചനം കേൾക്കുക, വചനം പഠിക്കുക, വചനം സ്നേഹിക്കുക, വചനം ജീവിക്കുക, വചനത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ മാത്രം എനിക്കോട് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ സഭയ്ക്ക് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ സഭയിലെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, 1, നിങ്ങൾക്ക് ബോധ്യങ്ങളുടെ ഒരു ലോകം ഉണ്ടാകണം. സഭയുടെ മൂല്യങ്ങളെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാകണം. നിങ്ങൾ വേരുകളുള്ള ചെടികളായിട്ട് മാറണം. വേരുകളുള്ള ചെടികള്. നിങ്ങൾക്ക് ബോധ്യങ്ങള്. അപ്പോസ്തലനായ പൗലോസ് ബോധ്യങ്ങളുടെ മനുഷ്യനായിരുന്നു. അപ്പോസ്തലനായ പൗലോസിന് മൂല്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസിന് ജീവിതത്തിൽ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, നിങ്ങള് ബോധ്യങ്ങളുടെ മനുഷ്യരായിട്ട് മാറണം. നിങ്ങളുടെ ജീവിതം പീഠത്തിൽ വെച്ച് വിളക്കാകണം. നിങ്ങളുടെ ജീവിതം ഉറകടാത്ത ഉപ്പാകണം. എനിക്ക് പൊന്നുമക്കളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടാകണം. അന്തോ മുന്തോ ഇല്ലാതെ നടക്കുന്നവരല്ല, വഴിതെറ്റിപ്പോയ എമ്മാവൂസ് ശിഷ്യന്മാരല്ല നിങ്ങൾക്ക് സഭയെക്കുറിച്ച്, സഭയുടെ ദർശനത്തെക്കുറിച്ച്, സഭയുടെ വേരുകളെ കുറിച്ച്, സഭയുടെ മൂല്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണം. 2, അത് നിങ്ങൾ ജീവിക്കുന്നവരാകണം. അത് നിങ്ങൾ ജീവിക്കുന്നവരാകണം. നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം കൊണ്ട് തെളിയിക്കപ്പെടുന്ന ഒരു ജീവിതമായിരിക്കട്ടെ. ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ മുൻപിൽ ഒരുപാട് സാധ്യതകൾ കാണുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു കുഞ്ഞനുഭവം ഞാൻ പറയും. ഞാൻ ഒരിക്കലും ബാംഗ്ലൂർക്ക് ഡേ എക്സ്പ്രസ്സിൽ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തു, എൻ്റെ എല്ലാം സന്തോഷമായി. ഞാൻ സ്വസ്ഥമായിട്ടിരുന്ന പുസ്തകങ്ങളൊക്കെ ഇട്ട് വായിക്കുന്ന സമയത്ത് ഒരു TTR കോയമ്പത്തൂരിന്ന് കയറി. ആ TTR കയറിയിട്ട് എൻ്റെ ടിക്കറ്റ് പരിശോധിക്കാനാണ് വന്നത് ഞാൻ കരുതല്ല. അവൻ എനിക്കൊരു ബിറ്റ് നോട്ടീസ് തന്നു. എല്ലാവർക്കും അത് കൊടുക്കുന്നുണ്ട്. ഈ ബിറ്റ് നോട്ടീസ് വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്: ഗോഡ് ലവ്സ് യു, ജീസസ് ക്യാൻ ഓൺലി സേവ് യു,
ബിലീവ് ഇൻ ജീസസ്, യു ആൻഡ് യുവർ ഫാമിലി വിൽ ബി സേവ്ഡ്. എനിക്ക് അവനോട് വന്നൊരു ദേഷ്യമുണ്ട്. ഒറ്റ അടിക്ക് അവനെ രണ്ടാക്കണം. കാരണം ഈ പൊട്ടൻ നടന്ന് പ്രസംഗിച്ചിട്ടാണ് ഈ ലോകം മുഴുവൻ കുഴപ്പമുണ്ടാക്കണേ. RSSും ബജറംഗദളും VHP ഒക്കെ നമുക്കെതിരെ വരുന്നത്. പക്ഷെ അവൻ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ ട്രെയിനിൻ്റെ അകത്ത് കയറി. അവൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ സന്തോഷത്തോടെ അവനെ നോക്കി, ഒന്ന് കയ്യെ കിട്ടിയിട്ട് വേണമെന്ന് അവന് ഉപദേശിച്ച് മാനസാന്തരപ്പെടുന്നു വിചാരിച്ച് ഞാൻ അവനെ നോക്കിയപ്പോ അവൻ എന്നോട് ചോദിച്ചു, ഫാദർ മേ ഐ സിറ്റ് ഹിയർ? ഞാൻ പറഞ്ഞു, നീ എവിടെ ഇരിക്കണം? ഞാൻ പറഞ്ഞു, നീയും തന്ന ബിറ്റ് നോട്ടീസ് എന്താ? അപ്പൊ അവൻ എന്നോട് പറഞ്ഞു വാചകങ്ങൾ, എന്നെ ഉത്തരം മുട്ടിച്ചു. അവൻ പറഞ്ഞു, ഫാദർ, ഐ ആം എ ടിക്കറ്റ് കൺട്രോളർ ഇൻ സേലം ഡിവിഷൻ. All India Railway has appointed me in Salem division to control the tickets of every passenger. But Almighty God has appointed me in Salem division of All India Railway to give tickets to all the passengers to heaven. ഞാൻ അവന്റെ കൈ പിടിച്ചിട്ട് എന്റെ നെഞ്ചത്ത് വെച്ചിട്ട് പറഞ്ഞടാ, എനിക്ക് കുണ്ടുകുളം പിതാവ് പട്ടം തന്നപ്പോ തരാൻ മറന്നു പോയിട്ടുള്ള ഒരു വരം നിന്റെ കയ്യിലുണ്ട്, നീ എനിക്ക് തരണം. Every Catholic youth should be sealed with conviction that he is called to live Jesus. He is called to give Jesus. ഈ ഒരു ചിന്ത എൻ്റെ പ്രിയപ്പെട്ട യുവജനങ്ങൾക്ക് ഉണ്ടാകണമെന്നുള്ളതാണ് എനിക്ക് പറയാൻ. നിങ്ങൾ പ്രൊഫഷനൊക്കെ ഉണ്ടാക്കി കുറെ കാശുണ്ടാക്കി പള്ളിയിലേക്ക് കൊടുക്കുക എന്നുള്ള ചിന്ത വിട്ടിട്ട് നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു സുവിശേഷ പ്രഘോഷണം. ചാൾസ് ഡി ഫൊക്കോ ഫ്രഞ്ചിലെ വലിയ ധനാഢ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. മാനസാന്തരപ്പെട്ട് ഈജിപ്തിലെ ഗുഹാന്തരങ്ങളിൽ ജീവിച്ച് മരിച്ചു. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു ചിന്ത ഇതാണ്, ഐ ആം എ ഗിഫ്റ്റ് ഫ്രം ഗാഡ്. വാട്ട് ഐ ബിക്കം ഈസ് എ ഗിഫ്റ്റ് ബാക്ക് ടു ഗാഡ്. വാട്ട് ഐ ഹാവ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗാഡ്. And what I become is a gift back to God. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെതാകാനും കർത്താവിന് വേണ്ടി ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ ലോകത്തിലെ നിങ്ങൾ അച്ഛനാകണമെന്നോ കന്യാസ്ത്രീ ആകണമെന്നോ ഞാൻ നിർബന്ധം പിടിക്കില്ല. നിങ്ങൾ ജീവിക്കുന്ന ലോകത്തിലെ കർത്താവിൻ്റെ വക്താക്കളായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയണം. ഞാൻ ഈ അടുത്ത അവസരത്തില് ഒറീസയിൽ പോയപ്പോഴും നമ്മളുടെ ഗ്രഹാം സ്റ്റൈൻസിന്റെ കബറിടത്തിൽ പോകാൻ എനിക്കിടയായി. നിങ്ങൾക്കറിയാം, ഗ്രഹാം സ്റ്റൈൻസ് അദ്ദേഹത്തിന്റെ 2 മക്കളടക്കം ജീപ്പിലിട്ട് കത്തിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ അവളെ കാണാൻ വന്നപ്പോ പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയാമോ? അവള് പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള വാക്കുകൾ അവള് പറഞ്ഞ വാക്കുകൾ ഇതാണ്, I am happy and proud to give 3 from my family as offering for the Indian mission. I feel proud and happy that I am giving 3 members from my family, my husband and 2 children, dear to me, very close to my heart. But I give to them to the Indian mission because as offering for the evangelization. നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചിന്ത കൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹമുണ്ട്. ഈ ന്യൂ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത് മക്കൾ എന്താണെന്ന് അറിയാമോ? 1 ന്യൂ ജനറേഷനാണ്, 2 ന്യൂ ടെക്നോളജിയാണ്. സഭ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? 1 തുടങ്ങി 12 വരെ നിങ്ങളെ വേദപാഠം പഠിപ്പിക്കുന്നു. 12 കഴിഞ്ഞ ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ നിങ്ങൾ ത്രിവർണ്ണ പതാകയുമായിട്ട് ആകാശവിഹായസിലേക്ക് പറക്കുന്നു. നിങ്ങൾ കിട്ടിയ മരങ്ങളിൽ ചേക്കേറുന്നു. അല്ല, യു ആർ ദ ന്യൂ ജനറേഷൻ ആൻഡ് എവാഞ്ചലൈസേഷൻ ഷാൽ ബി ഗിവിംഗ് കൺവിക്ഷൻ ടു ദ ഹാർട്ട്സ് ഓഫ് എ ന്യൂ ജനറേഷൻ. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നവീകരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ന്യൂ ജനറേഷൻ, പുതിയ കുട്ടികള്, പുതിയ യങ്സ്റ്റേഴ്സ്, പുതിയ യങ് കപ്പിൾസ്. രണ്ടാമത്തേത് ന്യൂ possibilities, evangelization by new technology. നിങ്ങൾക്കറിയാം, മീഡിയ, TV, കമ്പ്യൂട്ടർ, മൊബൈൽ, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, യൂട്യൂബ്, ഇന്റർനെറ്റ് ഫെസിലിറ്റീസ്. ഞാൻ ഇങ്ങനെ വിചാരിക്കാണ്ട് ഈ ഇന്റർനെറ്റ് ഫെസിലിറ്റി കണ്ടുപിടിച്ചവനെ കൊന്നുകളയണമെന്ന്.
പക്ഷെ ഞാൻ വിചാരിക്കും ഇത് ഉള്ളത് കൊണ്ട് ഇപ്പൊ എന്തോരം വലിയ അനുഗ്രഹ. ഞാൻ നിങ്ങളെയൊക്കെ കണ്ട് സംസാരിക്കുക. ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ ആമസോൺ കമ്പനി, അതുപോലെ തന്നെ വേറൊരു കമ്പനി ഉണ്ട്, ഫ്ലിപ്കാർട്ട്. നിങ്ങൾക്ക് എന്ത് സാധനം എന്ന മാർക്കറ്റിൽ പോകണ്ട. നിങ്ങൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ തപ്പിക്കഴിഞ്ഞാല് സാധനം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലത് കടയിൽ പോയി മേടിക്കുന്നതിന് കുറച്ച് റേറ്റിൽ കൊണ്ടുവന്ന് തരും. This media and the modern facilities like internet is made use of commercialization, not for evangelization. I tell you, my youngsters, you should come forward to make the church update by these means: TV, computer, mobile, social media. ഇതൊന്നും ചെകുത്താന്റെ കുതന്ത്രങ്ങളല്ല. ഇത് ചെകുത്താന് വിട്ടുകൊടുക്കാനും നമ്മൾ പാടില്ല. ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വചനമുണ്ട്. ചിലപ്പോ പിശാച് ദൈവരാജ്യത്തിന്റെ മക്കളെക്കാൾ ബുദ്ധി കാണിക്കുന്നു. എന്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ നിലം വെറുതെ കെടുക്കുന്നത് കൊണ്ട് പിശാച് അവിടെ ഇന്റർനെറ്റും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഒക്കെ വിതച്ച് 100 മേനി കൊയ്തെടുക്കുക. ഞാൻ ചിലപ്പോഴും TV-യിലൊക്കെ നമ്മുടെ പേരിലുള്ള പിള്ളേരെ നമുക്കെതിരെ ഗർജിക്കണ കാണുമ്പോൾ സങ്കടപ്പെട്ടാറുണ്ട്. കാരണം അവന്റെ ഹൃദയത്തിൽ 12-ാം ക്ലാസ് വരെ വേദപാഠം നമ്മൾ വിതച്ചു. അതൊക്കെ പറവ കൊത്തിക്കൊണ്ടുപോയി, അതൊക്കെ പാറപ്പുറത്ത് വീണു, അത് മുൾച്ചെടിയിൽ വളർന്നപ്പോ ഞെരിഞ്ഞുപോയി. പിന്നെ അവന്റെ തരിശ് നിലത്തില്, അവന്റെ ഫലഭൂയിഷ്ടമായിട്ടുള്ള നിലത്തില് പിശാച് വിതയ്ക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്, the church is to be modernized by your capacities, your talents, your knowledge about the modern world. മാർപ്പാപ്പ പറയുന്നത് വളരെ സത്യമാണ്. സഭയ്ക്കകത്ത് വെച്ചിരിക്കുന്ന ലോകത്തിന്റെ വെളിച്ചം കടക്കാനും ലോകത്തിന്റെ കാറ്റ് കടക്കാനും വെച്ചിരിക്കുന്ന ജനാലകളാണ് യുവജനങ്ങള്. നിങ്ങൾ ആ ജനാലകൾ അടച്ചിട്ടാല് സഭയിൽ ശ്വാസം മുട്ടും. സഭയിൽ ശ്വാസത്തിന്റെ ഗമനം പുറത്തോട്ടില്ലാത്തത് കൊണ്ട് ഈ ശ്വാസം ദുർഗന്ധമായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ യുവജനങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഈ വക സാധ്യതകള് മക്കളെ ഞങ്ങളെ പരിചയപ്പെടുത്തണം. മക്കളെ, നിങ്ങളിലൂടെ ഞങ്ങൾക്ക് കർത്താവിന്റെ സുവിശേഷവൽക്കരണം. ഇത് കൊമേഴ്സ്യലൈസേഷൻ ഒക്കെ ഉപയോഗിക്കും. TV ഒക്കെ എന്താ കൊമേഴ്സ്യലൈസേഷൻ ആണ്. ഇവിടെയാണ് എനിക്ക് പറയാൻ നമ്മുടെ ഷാലോം TV, ഷക്കൈന ടെലിവിഷൻ, ഗുഡ്നസ് TV, music. I tell you, music has a great role. Our youngsters are attracted by music. Our youngsters are attracted by the cinema. ഈ വക ലോകങ്ങളിലൊക്കെ സഭയ്ക്ക് സ്പേസ് കൊടുക്കാൻ നിങ്ങളുടെ സാന്നിധ്യം വളരെയേറെ കാരണമാകണം. മക്കളെ, നിങ്ങളിലൂടെ കർത്താവിന്റെ സഭയെ നിങ്ങൾ മോഡേൺ ആക്കണം. നിങ്ങളൊരു കല്യാണത്തിന് പോകുമ്പോ നിങ്ങളുടെ സ്റ്റാൻഡേർഡിൽ അപ്പനും അമ്മയും നിങ്ങൾ മേക്കപ്പ് ചെയ്യാറില്ലേ? അപ്പനും അമ്മയെ കറുത്ത മുടിയൊക്കെ വെളുപ്പിച്ചു കൊണ്ടുപോകാറില്ലേ? മീശൊക്കെ കറുപ്പിച്ചു കൊണ്ടുപോകാറില്ലേ? മുണ്ടുകൊടുക്കണം അപ്പനും ഫാൻസ് ഇടിക്കാറില്ലേ? I tell you that, you youngsters, the challenge before you to make the church updated positively, not negatively, positively, and your church shall be attractive, your church shall be strong, your church shall be powerful. നിങ്ങൾ അതിനെ കാരണക്കാരാകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇല ചൂടി നിൽക്കുന്ന അത്തിമരം ഫലം ചൂടാത്തത്. മർക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 11 തുടങ്ങി 25 വരെയുള്ള വാക്ക് കർത്താവ് ശപിച്ചു. കർത്താവ് അതിനെ ശപിച്ചു. അതിൽ ഇലകൾ മാത്രമേ ഉള്ളൂ, അതിൽ ഫലങ്ങൾ ഉണ്ടാകില്ല. വെരി ഓഫൺ ഐ ഹാവ് ദ ഫീലിംഗ്, ഇലകൾ ചൂടി നിൽക്കുന്ന ഫലം ചൂടാത്ത അത്തിമരങ്ങളാണ് നമ്മുടെ യുവജനങ്ങൾ. നിങ്ങൾ ഫലം ചൂടണം. സഭയ്ക്ക് വേണ്ടി ഫലം ചൂടണം. 100 മേനി വിളവ് കൊയ്യുന്ന, ഫലം ചൂടുന്ന സഭ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ, ധൂർത്തപുത്രന്റെ അപ്പൻ കതക് തുറന്ന് കാത്തിരുന്നത് പോലെ. അതുകൊണ്ട് ഈ ധ്യാനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളിലൂടെ നിങ്ങളുടെ സഭയ്ക്ക് യൗവനം ഉണ്ടാകട്ടെ, നിങ്ങളിലൂടെ നിങ്ങളുടെ സഭയ്ക്ക് ശക്തി ഉണ്ടാകട്ടെ, നിങ്ങളിലൂടെ നിങ്ങളുടെ സഭയ്ക്ക് സൗന്ദര്യം ഉണ്ടാകട്ടെ. കർത്താവ് നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത്, നിങ്ങളുടെ കുറവുകളെ ഓർത്ത് നിങ്ങൾ കർത്താവിന്റെ മുന്നിൽ മാപ്പ് ചോദിക്കണം. ധൂർത്തപുത്രൻ തിരിച്ചു വന്നതുപോലെ, നായിമ്മിലെ യുവാവിന്റെ കരം പിടിച്ച് അവനെ ഉയർപ്പിച്ചതുപോലെ, കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയതുപോലെ നിങ്ങളിലൂടെ സങ്കടങ്ങളെ കർത്താവ് പരിഹരിച്ച് മധുരമുള്ള വീഞ്ഞാക്കട്ടെ. നിങ്ങളുടെ മരണത്തെ
കർത്താവ് ഉത്ഥാനമാക്കട്ടെ. ലാസറിന്റെ കുഴിമാടത്തിൽ കർത്താവ് പറഞ്ഞില്ലേ, ഇഫ് യു ബിലീവ് യു വിൽ സീ ദ ഗ്ലോറി ഓഫ് ഗാഡ്. നിങ്ങൾ മൃതരല്ല, നിങ്ങൾ കർത്താവിന്റെ സഭയുടെ ഗ്ലോറിയാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ സഭയെ ബലപ്പെടുത്താൻ കാരണമാകട്ടെ. ലെറ്റ് us walk together, let us work together, let us build together. മക്കളെ, ഒരുപാട് കാര്യങ്ങൾ പിതാവിന് ഇനിയും പറയാനുണ്ട്. പക്ഷെ പിതാവ് ഇവിടെ കൊണ്ട് നിർത്തുക. നിങ്ങൾ സഭയിലേക്ക് പുതിയ കാറ്റ് തുറന്നു വിടണം. മോഡേൺ വേൾഡിന്റെ ട്രെൻഡുകൾ അതിനെ ഉപയോഗിക്കാൻ തക്ക വിധത്തില് സഭയെ നിങ്ങൾ സുശക്തമാക്കണം. പ്രായാധിക്യത്തിൽ നിൽക്കുന്ന പത്രോസിനെ യോഹന്നാൻ ഓടിച്ച് കർത്താവിന്റെ കല്ലറിൽ എത്തിച്ചതുപോലെ നിങ്ങൾ സഭയെ ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകാൻ സഭയ്ക്ക് ശക്തി പകരണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അച്ഛനാകേണ്ട കന്യാസ്ത്രീ ആകേണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ഛന്മാരും കന്യാസ്ത്രീ ഒന്നും വേണ്ടെന്നുള്ള അർത്ഥത്തിലാണ്. ആർക്കെങ്കിലും ഒക്കെ അച്ഛനാകാനും കന്യാസ്ത്രീയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ശംഷാബാദ് രൂപതയിലേക്ക് പിതാവ് ക്ഷണിക്കുന്നു. കേട്ടോ മക്കളെ, പിതാവ് കാത്തിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ 3 ദിവസത്തെ ധ്യാനത്തിന് പിതാവ് ഒരുപാട് നന്മ നേരുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സകല വിശുദ്ധന്മാരുടെ സംരക്ഷണവും നമ്മുടെ പിതാവായ തോമസ് ലീഹായുടെയും അൽഫോൺസ് അമ്മയുടെയും പ്രേസ്യമ്മയുടെയും ചാവറയച്ചന്റെയും മറിയം ത്രേസ്യയുടെയും മാധ്യസ്ഥങ്ങൾക്ക് ഉണ്ടാകട്ടെ. ആമേൻ. അഭിനന്ദി പിതാവേ, പ്രത്യേകമായിട്ടുള്ള നന്ദി. വളരെ മനോഹരമായിട്ടുള്ള സെഷനായിരുന്നു. ഞങ്ങൾ യൂട്യൂബില് നമ്മുടെ സൂമിലും യൂട്യൂബിൽ കാണുകയാണ്. യുവജനങ്ങളുടെ മുഴുവൻ ഈ സ്നേഹത്തിന്റെ പ്രതീകം ഹാർട്ട് അഭിഷേകമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. ഔദ്യോഗികമായിട്ട് നന്ദി പറയാനായിട്ട് നമ്മളിപ്പോ ജോസ്മോനെ ക്ഷണിക്കുകയാണ്. അപ്പൊ ഇന്ത്യ പിതാവിന് ഒരിക്കൽ കൂടെ നന്ദി, പ്രത്യേകമായ നന്ദി. ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കും. ജോസ്മോൻ, ഇത് കഴിഞ്ഞ ഉടനെ ആരാധനയിലേക്ക് നമ്മൾ കടക്കുന്നു. മനോഹരമായ ടോക്കായിരുന്നു റാഫേൽ പിതാവിൻ്റെ. ജോസ്മോൻ. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ, ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ഈശോയേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു.
സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നല്ല ഈശോയുടെ മുമ്പിൽ ഏതാനും നിമിഷങ്ങൾ നമുക്കായിരിക്കാം. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് പുണ്യതമ്പുരാന്റെ പുണ്യകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ജനനം മുതൽ ഇന്ന് ഈ ദിവസം വരെ അനുദിനം നമ്മെ കാത്തുപരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സർവപ്രപഞ്ചത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് അവിടത്തേക്ക് വിട്ടുകൊടുക്കാം. ലോകത്തിൻ്റെതായ മോഹങ്ങളിലേക്ക് പോകാതെ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കടമകളും ഉത്തരവാദിത്വം നിർവഹിച്ച് സഭയോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള വലിയ കൃപയിൽ ആയിരിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മൾ കേട്ട വചനഭാഗത്തോടെ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് സഞ്ചരിക്കാം. ദൈവഹിതത്തിൻ്റെ ആ പദ്ധതി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായിട്ട് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. നമ്മെക്കുറിച്ച് ഒരു പദ്ധതി നല്ല തമ്പുരാനുണ്ട്. ആ പദ്ധതി നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. ആ പദ്ധതിയോട് നമ്മൾ സ്നേഹത്തോടെ പെരുത്തിരിക്കുവാനായിട്ട്, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് ഈ 3 ദിവസം പ്രത്യേകമായിട്ട് ശ്രമിക്കാം. നമ്മുടെ ജോലികൾക്കൊപ്പം നമ്മൾ വൈകുന്നേരങ്ങളിൽ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം ആ പൊന്നുതമ്പുരാൻ്റെ പൊന്നുകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഏറ്റവും വലിയ തീഷ്ണതയോടെ വചനം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. നാളെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നമ്മൾ ആചരിക്കുകയാണ്. അമ്മ നമ്മോട് പറയുന്നത് നമ്മൾ ദൈവത്തോടു കൂടി ആയിരിക്കേണ്ടവരാണ്. അവൻ പറയുന്നത് ചെയ്യുവാനായിട്ട് ആണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അമ്മയുടെ ആ ജീവിതം നമുക്ക് നൽകുന്ന പാഠം അതാണ്. ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് വചനം ധ്യാനിച്ച്, ഈശോയെ തന്നെ ധ്യാനിച്ച് അമ്മ ആ മാതൃക കാട്ടിത്തന്നു. നമ്മളും ഈശോയെക്കുറിച്ച് ധ്യാനിച്ച്, വചനം ധ്യാനിച്ച്, നമ്മുടെ കടമകൾ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് സഭയോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മെ ഒത്തിരി അവിടുന്ന് അനുഗ്രഹിക്കും. അമ്മ അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നാളെ അമ്മ നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് നല്ല തമ്പുരാനോട് മധ്യസ്ഥം വഹിക്കുമ്പോൾ, പരിശുദ്ധ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ആ തമ്പുരാൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ നാളെ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ പദ്ധതിക്കനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാനും, നമ്മൾ ആയിരിക്കുന്ന വിവിധങ്ങളായ ജോലി മേഖലയിൽ, പഠന മേഖലയിൽ എല്ലാം ആ തമ്പുരാൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് തീക്ഷ്ണമായി ദാഹിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് തമ്പുരാൻ്റെ കൂടെ ഈ 3 ദിവസം നമുക്ക് നമ്മുടെ കടമകൾ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് നമുക്ക് ആയിരിക്കാം. ഈ സായങ്കാലത്ത് നമുക്ക് തമ്പുരാൻ്റെ അടുത്തായിരിക്കുമ്പോൾ ആ നല്ല പൊന്നു തമ്പുരാൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് നമ്മുടെ ശിരസ്സുകൾ കുനിക്കുകയും ഒപ്പം ഇന്ന് കേട്ട വചനത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ എല്ലാ പ്രവർത്തനങ്ങളും ആ തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് നമുക്ക് ആ പൊന്നു തമ്പുരാൻ്റെ
ആശീർവാദത്തിനായിട്ട് ഒരുങ്ങും. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാദൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാം മിശിഹാദൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ, സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.